Hi friends, welcome back to another episode of KENZA TECH'S. My name is Rasal FARHAN. നമ്മളെല്ലാവരും ഫോട്ടോ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഓരോ പോസിലുള്ള ഫോട്ടോ എടുക്കുകയും അതിനുശേഷം എഡിറ്റ് ചെയ്ത് നല്ല മൊഞ്ചാക്കുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാറാണ് പതിവ്. അതിന് പകരം നമ്മുടെ ഫോട്ടോ ഒരൊറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്തിട്ട് നല്ല എഫക്റ്റൊക്കെ കൊടുത്തുകൊണ്ട് കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. അത്തരത്തിൽ അതിന് പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. അതൊന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീന് കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഗാലറി എന്നും ക്യാമറ എന്നും കാണാൻ സാധിക്കും. അതിൽ ഗാലറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാറ്റാൻ സാധിക്കും. ഒറ്റ ക്ലിക്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ക്യാമറ ആണെങ്കിൽ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഗാലറി സെലക്ട് ചെയ്യുകയാണ്. ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ എലോ കൊടുക്കണം. എലോ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ ലോഡായി വരേണ്ടതുണ്ട്. ഫോട്ടോസൊക്കെ ലോഡായി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇതിലൊരു ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് മാറി വരുന്നതാണ്. അതിൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാറും. സ്കൈയും അതുപോലെ നമുക്ക് എവിടെയൊക്കെ ചേഞ്ചുകൾ വരുത്തണം. നമ്മൾ സാധാരണ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ കുറച്ച് എഫക്റ്റ് കൊടുത്ത് അത് മാറ്റി പിന്നെ കുറച്ച് ഇപ്പുറം എഫക്റ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒരു എഫക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് ഒരേപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് നൽകുന്നതാണ്. അതുപോലെ തന്നെ അതിലേക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എഫക്റ്റുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. പല തരത്തിൽ ഈ എഫക്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയിൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഡൗൺലോഡ് എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആകുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ടിക്ക് വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അവിടെ എഫക്റ്റ് കൊടുത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും സൗജന്യമാണ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു ആവശ്യവും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല. നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ goodbye.